നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷ സംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 വേദങ്ങളിൽ ഈശ്വരനെപ്പറ്റി വിവരിക്കുമ്പോൾ ന തസ്യ പ്രതിമ അസ്തി എന്ന് പറയുന്നു. ഈശ്വരന് തുല്യനില്ല എന്നാണ് ഇതിനർത്ഥം. ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ട് ചില ഹൈന്ദവ ആചാര്യന്മാരും പാശ്ചാത്യ മത അനുയായികളും വിഗ്രഹാരാധന ഹിന്ദു മതത്തിൻ്റെ ഭാഗമല്ലെന്ന് വാദിക്കാറുണ്ട്. ഒരു ഹിന്ദുമത വിശ്വാസി ഇതാണ് ഈശ്വരൻ്റെ പ്രതിമ എന്ന് പറയാറില്ല. ഗുരുവായൂരപ്പൻ്റെ പ്രതിമ അലങ്കരിച്ചിരിക്കുന്നത് എന്ത് ഭംഗിയാണെന്ന് ആരും പറയാറില്ല. കാരണം ഹിന്ദുക്കൾ പ്രതിമ ആരാധകരല്ല, വിഗ്രഹ ആരാധകരാണ്. വിശേഷാൽ ഗ്രഹിക്കേണ്ടതെന്തും വിഗ്രഹമാണ്. ഒരു ഹിന്ദുവിന് പ്രപഞ്ചത്തിലെ എന്തിനേയും ഈശ്വരൻ്റെ വിഗ്രഹമായി കാണാനുള്ള വിശേഷ ബുദ്ധിയുണ്ട്. അവൻ്റെ ദൃഷ്ടിയിൽ ശിവലിംഗമായാലും ദേവീ വിഗ്രഹമായാലും മലയായാലും ഏകനായ ഈശ്വരനിലേക്കുള്ള ചൂണ്ടുവിരലാണ്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. നളിനീദളഗതസലിലം തരളം തദ്വജ്ജീവിതം അതിശയചപലം നളിനീദളഗതസലിലം തരളം തദ്വജ്ജീവിതം അതിശയചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. ഇനി ശങ്കര സ്തോത്രാമൃതം. താമരദളങ്ങളിൽ വീണിരിക്കുന്ന ജലബിന്ദു അത്യന്തം ചപലമാണ്. ചെറിയൊരിളക്കം മതി അത് താഴെ വീഴാൻ. അതുപോലെ അത്യധികം ചപലമാണ് ജീവിതവും. എത്ര നാൾ ഒരാൾ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും പറയാനാവില്ല. ജീവിതം അത്യന്തം ചപലം മാത്രമല്ല, രോഗങ്ങൾ, അഭിമാനം മുതലായവയാൽ ഗ്രസ്തമാണെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഭജഗോവിന്ദത്തിലെ 11-ാം ശ്ലോകമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം
സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഏതൊരു സാധനാമാർഗത്തിൽ ദൃഢതയോടുകൂടി മുന്നോട്ട് പോകണമെങ്കിലും താത്കാലിക വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സ് പിന്തിരിപ്പിക്കപ്പെടണം. അതിനായിക്കൊണ്ട് വൈരാഗ്യജനകമായിട്ട് ഉപദേശിക്കുകയാണ് 11ാമത്തെ ശ്ലോകം. നളിനീദളഗത സലിലം തരളം തദ്വജീവിതമതിശയചപലം വിദ്ധി വ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം. താമരയുടെ ഇല, ആ ഇലയിൽ വീണൊരു തുള്ളി വെള്ളം, അതൊരു മുത്തുപോലെ നിൽക്കുകയാണ്. ചെറിയൊരു ചലനം, ചെറിയൊരു വായുസ്പന്ദനം വന്നാൽ അത് താഴെ വീഴും. ഇതുപോലെ തരളമാണ്, ചഞ്ചലമാണ് നമ്മുടെ ജീവിതം. മനുഷ്യജീവിതം അതിതരളമാണ്. നമ്മളെല്ലാം നിന്നെ ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, നാളെ ഞാൻ അത് സമ്പാദിക്കും, മറ്റന്നാൾ അത് സമ്പാദിക്കും എന്നെല്ലാം പറഞ്ഞ് ജീവിക്കുകയാണ്. പക്ഷേ വാസ്തവത്തിൽ താമരയുടെ ഇലയിലുള്ള ജലകണം പോലെ അത്ര ക്ഷണികമാണ്. എപ്പോഴാണ് മരണം വരുന്നതെന്ന് നമുക്കറിയില്ല. അതിതരളം. തദ്വജീവിതം, അതുപോലെയാണ് നമ്മുടെ ജീവിതം. എങ്ങനെയാണ്? അതിശയ ചപലം. അതിശയ ചപലമാണ്, അതിശയേന ചപലമാണ്, ഏറ്റവും ചപലമാണ്. മനുഷ്യജീവിതത്തിൻ്റെ ചപലതയെ അതിക്രമിക്കാൻ മറ്റൊരു ചപലതയില്ല. അതാണ് അതിശയ ചപലം എന്ന് പറയും. മറ്റെല്ലാത്തിനെയും അതിശയിക്കുന്ന ചാപല്യത്തോടു കൂടിയതാണ്. ഇപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണാതാകും. അതാണ് മനുഷ്യജീവിതം. ഇങ്ങനെ അത്യന്തം നശ്വരമാണെന്നുള്ളത് മാത്രമാണോ? അല്ല, വേറെയും ദോഷങ്ങൾ പറയുകയാണ്. വ്യാധി അഭിമാനഗ്രസ്തം അഭിവിദ്ധി. വിദ്ധി, നീ മനസ്സിലാക്കൂ. നേരിട്ട് ഉപദേശിക്കുന്നതായതുകൊണ്ടാണ് വിദ്ധി പറയണത്. നീ മനസ്സിലാക്കൂ. എന്ത്? വ്യാധി അഭിമാനഗ്രസ്തം. വ്യാധി, അഭിമാനം തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെടുന്നതാണ്. അപ്പം മനുഷ്യജീവിതം അത്യന്ത ചപലമാണെന്ന് പറഞ്ഞു. എപ്പോഴാണ് മരണം വന്നടുക്കുക നമുക്ക് ആർക്കും പറയാൻ വയ്യ. എന്നാൽ അത്ര മാത്രമല്ല, വ്യാധിയുള്ളതാണ്. എപ്പോഴാണ് വ്യാധികൾ വരുന്നത്? എന്തെല്ലാം വ്യാധികളാണ്! ശരീരത്തിന് തന്നെ നിരവധിയായ വ്യാധികൾ, പുതിയ വ്യാധികൾ പെരുകുന്നത് നമ്മൾ അറിയുന്നു. എന്തെല്ലാം രോഗങ്ങളാണ് വന്നു ചേരുന്നത് കൊച്ചുകുട്ടിയാവുമ്പം തന്നെ. അപ്പം പല വിധത്തിൽപ്പെട്ട വ്യാധികൾ. പിന്നെയോ മനസ്സിൻ്റെ ആധികൾ. ഈ ആധികളും വ്യാധികളും എല്ലാം ചേർന്നതാണ് ജീവിതം. ഇതൊക്കെയാണെങ്കിലും അഭിമാനത്തിന് വല്ല കുറവുണ്ടോ? അതില്ലതാൻ. അപ്പോൾ ഏത് നിമിഷവും മരണത്താൽ ഗ്രസിക്കപ്പെടുന്ന, ഏത് നിമിഷവും വ്യാധികളാൽ പിടിക്കപ്പെടുന്ന ഒന്നാണ് മനുഷ്യജീവിതമെങ്കിലും അതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാതെ നമ്മൾ അഭിമാനത്താൽ ഗ്രസിക്കപ്പെട്ടവരാകുന്നു. ഞാൻ കേമൻ എന്ന് പലതിൻ്റെ പേരിൽ അഭിമാനപൂരിതമാകുന്നു നമ്മുടെ മനസ്സ്. അത് പണത്തിൻ്റെ പേരിലാവാം, വിദ്യയുടെ പേരിലാവാം, സൗന്ദര്യത്തിൻ്റെ പേരിലാവാം, ആൾബലത്തിൻ്റെ പേരിലാവാം, പലതാവാം. ഒരർത്ഥവുമില്ല, എങ്കിലും അഭിമാനയുക്തമാകും. ഇത്രമാത്രമാണോ? അതുമല്ല. പറയുകയാണ്, ലോകം ശോകഹതം ച സമസ്തം. ലോകം സമസ്തം, ഈ ലോകം മുഴുവനും ശോകഹതമാണ്, ശോകത്താൽ ഹനിക്കപ്പെടുന്നതാണ്. തൻ്റെ ഗീതോപദേശത്തിൽ വൈരാഗ്യജനകമായി ഉപദേശം നൽകുന്ന ഭഗവാൻ അനിത്യം അസുഖം ലോകം എന്ന് പറയും. ഈ ലോകം അനിത്യമാണ്, അസുഖമാണ്. അങ്ങനെ അനിത്യവും അസുഖവുമായ ലോകത്തെ നീ പ്രാപിച്ചു കഴിഞ്ഞല്ലോ, ഇനി എന്ത് വേണം? അവിടെ പറയുന്നത് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നാണ്. ഈ ലോകത്തെ അനിത്യവും അസുഖവുമായ ലോകത്തെ നീ പ്രാപിച്ചു, ഇനി എന്നെ ഭജിക്കൂ എന്നാണ്. നിത്യസ്വരൂപനായ ആനന്ദസ്വരൂപനായ എന്നെ ഭജിക്കൂ, ഇതാണ് ഉപദേശിക്കുന്നത്. ഇവിടെയും
മനുഷ്യജീവിതം അത്യന്ത തരളമാണ്, അതിശയ ചപലമാണ് മനുഷ്യജീവിതം. എന്നല്ല, നിരവധിയായ വ്യാധികളാൽ, അതിലുപരി അഭിമാനത്താൽ ഗ്രസിക്കപ്പെടുന്നതാണ്. അങ്ങനെയുള്ള നമ്മൾ ജീവിക്കുന്ന ലോകമോ ശോകഹതം, ശോകത്താൽ ഹനിക്കപ്പെടുന്നതാണ്. തൻ്റേതാണെന്ന് കണക്കാക്കി ഏതേത് വസ്തുക്കളെ പ്രാപിക്കുന്നു അതെല്ലാം നഷ്ടമാകുന്നു. സുഖത്തിനാസ്പദമായി എന്തിനെ മനസ്സിലാക്കുന്നു അത് നശിക്കുന്നു. ഇനി സുഖപ്രാപ്തിക്കുള്ള ഉപാധിയായിട്ട് നമ്മൾ ഈ ശരീരാദി സംഘാതത്തെ കണക്കാക്കുകയാണെങ്കിൽ അതും നശിക്കുന്നു, എല്ലാം നശിക്കുന്നു. ഇപ്പം നാശം, വ്യാധി തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെട്ട ലോകം ശോകഹതമാണ്, ശോകത്താൽ ഹനിക്കപ്പെട്ടതാണ്, ദുഃഖമയമാണ്, സർവത്ര ദുഃഖമാണ്. ഏത് വസ്തുവിൻ്റെ ആർജനത്തിലായാലും ദുഃഖം, രക്ഷണത്തിലായാലും ദുഃഖം, വ്യയത്തിലായാലും ദുഃഖം, നാശത്തിലായാലും ദുഃഖം. ദുഃഖമയമാണ് ജീവിതം. ഇവിടെ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ, ഈശ്വര വിചാരത്തോടുകൂടി അല്ലെങ്കിൽ ആത്മാനുസന്ധാന പരായണന്മാരായി കഴിയുന്നവർ ആനന്ദമഗ്നന്മാരായിട്ടാണ് ഈ ലോകത്തിൽ കഴിയുന്നത്. അവർക്ക് ഈ ലോകം മുഴുവൻ ആനന്ദമാണ്. ഒരര നൊടി നേരം പോലെയേ 10,000 വർഷമുള്ളൂ. എന്നാൽ അജ്ഞാനികൾക്കാകട്ടെ ഒരു നൊടി നേരം 10,000 ആണ്ട് പോലെയാകും. അത്ര ദുഃഖഭൂയിഷ്ടമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ആനന്ദപൂരിതമാണ് ലോകമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശോകഹതം എന്ന് പറയുന്നത്? അവിടെ മനസ്സിലാക്കണം, ഇത് വൈരാഗ്യത്തെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ്. ലോകത്തിലെ വിഷയങ്ങളോട് ഒട്ടിച്ചേർന്ന് തന്നെപ്പോലും വിസ്മരിച്ചു, താൻ ആരെന്ന അനുസന്ധാനത്തിൻ്റെ മാർഗത്തിൽ ലവലേശം പോകാതെ വിഷയങ്ങളോട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത്, നളിനി ദളഗത സലിലം തരളം തദ്വജീവിതം. എങ്ങനെയുള്ളതാ? അതിശയ ചപലം. പോരെങ്കിൽ വ്യാധ്യഭിമാനഗ്രസ്തമപി വിദ്ധി ലോകം ശോകഹതം. ഈ ഒരു വിവേകം കൊണ്ട് വൈരാഗ്യത്തെ ജനിപ്പിച്ചാലും, അങ്ങനെ വൈരാഗ്യത്തെ ജനിപ്പിക്കുമ്പോഴോ അത് ഈശ്വരനിലേക്ക്, തത്വവിചാരത്തിലേക്ക് അടുക്കാനുള്ള, നേരത്തെ പറഞ്ഞ പ്രാണായാമം, പ്രത്യാഹാരം ഇത്യാദി സാധനങ്ങളെ അനുഷ്ഠിക്കാനുള്ള പ്രേരകമായി തീരും. ഇതാണ് ഉപദേശത്തിൻ്റെ ക്രമം. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. 3 ലോകങ്ങളെയും സംരക്ഷിക്കുന്നതാണ് സുദർശന ചക്രം. മനസ്സിൻ്റെ വേഗത പോലെയാണ് സുദർശന ചക്രത്തിൻ്റെയും വേഗത. ദുർവാസാവിനെ വധിക്കാനെത്തിയ സുദർശന ചക്രത്തെ അംബരീഷൻ സ്തുതിക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. തന്നെ ആശ്രയിച്ച ദുർവാസാവ് മഹർഷിയോട് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, തൻ്റെ ഭക്തനായ അംബരീഷനെ തന്നെ ശരണം പ്രാപിച്ചാലേ നിങ്ങൾ ചെയ്ത കർമ്മം, അതിൽ നിന്നുണ്ടാകുന്ന ദോഷത്തെയും പരിഹരിക്കാനാവൂ എന്ന് ദുർവാസാവിനോട് ഭഗവാൻ പറഞ്ഞു. ഇനി നോക്കുക, അടുത്തത് എന്താണ് ഭഗവാൻ പറയുന്നത്? തപോ വിദ്യാച്ച വിപ്രാണാം നിശ്രേയസകരേ ഉഭേ തേയേവ ദുർവിനീതസ്യ കൽപ്പേതേ കർത്തുരന്യഥ. തപഃ വിദ്യാച്ച, തപസ്സും വിദ്യയും. തപസ് എന്ന് പറയുമ്പം കേൾക്കുന്ന മാത്രമേ നമുക്ക് തപസ്സെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് മരത്തിൻ്റെ ചുവട്ടിൽ ജടയൊക്കെ വളർത്തി മാമുനിമാരിയ്ക്കുന്നതാണ് നമ്മളെല്ലാം ഓർക്കുന്നത്. എല്ലാ രീതിയിലും തപസ്സുണ്ട്. ഏത് കർമ്മവും തപോരൂപത്തിലാക്കാം. ചെയ്യുന്ന കർമ്മത്തിൽ ആത്മസമർപ്പണത്തോട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും തപസ് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മവും ഇതര കർമ്മങ്ങളിലുള്ള ശ്രദ്ധ കൊടുക്കാതെ അതേ കർമ്മത്തിൽ തന്നെ ശ്രദ്ധ ഊന്നിക്കൊണ്ട് ചെയ്യുവാണെങ്കിൽ അത് തപസ് തന്നെയാണ്. അതുകൊണ്ട് തപസ്സും വിദ്യയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വഴികാട്ടിയാണ് വിദ്യ. അറിവുണ്ടായിരിക്കണം. അറിവുണ്ടെങ്കിൽ മാത്രമേ അറിവിൻ്റെ പ്രകാശ സ്ഫുരണങ്ങൾ കൊണ്ട് മുന്നോട്ട് ഗമിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന അന്ധരായിരിക്കുന്ന ആളുകൾക്ക് കൂടി പ്രകാശത്തെ നൽകുവാൻ നമുക്ക് സാധിക്കും. ഏത്? അറിവ് കൊണ്ട്. അപ്പോൾ അങ്ങനെ
തപസ്സും വിദ്യയും ഉഭേ രണ്ടും വിപ്രാണാം ബ്രാഹ്മണർക്ക് നിശ്രേയസത്തെ ജനിപ്പിക്കുന്നതാണ്. ബ്രാഹ്മണർക്കെല്ലാം മോക്ഷത്തെ നൽകുന്ന ഏറ്റവും ശ്രേഷ്ഠതയെ കൈവരിക്കാനാവുന്നത് അറിവും വിദ്യയുമാണ്, തപസ്സും വിദ്യയുമാണ്. ഇത് രണ്ടും അവർ കൈവടിയരുതെന്ന് അർത്ഥം. തപസ്സുണ്ടായിരിക്കണം, വിദ്യ ഉണ്ടായിരിക്കണം. തപശക്തി മാത്രം പോരാ, അല്ലയോ ശ്രേഷ്ഠ ഋഷിവര്യ. എന്തുകൊണ്ട്? അതിൻ്റെ കൂടെ വിദ്യയും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അത് ഗുണകരമായി ഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവ രണ്ടും തന്നെ ദുർവിനീതസ്യ കർത്തു, വിനയഹീനനായ കർത്താവിന്. ആരാണോ വിനയാദി ഗുണങ്ങളൊന്നുമില്ലാതിരിക്കുന്ന അവർക്ക് ഇത് രണ്ടും തന്നെ വിപരീതങ്ങളായിട്ട് ഭവിക്കുന്നു. ഇത് രണ്ടും തന്നെ വിപരീതങ്ങളായിട്ടേ തീരുകയുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ദുർവാസാവിന് പറ്റിയത് എന്താണെന്ന് മനസ്സിലായല്ലോ. അറിവും വിദ്യയും ഒരുമിച്ച് സമ്മേളിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും വിനയഹീനനായതുകൊണ്ട് ഈ ദുർവാസാവിന് ഇത് രണ്ടും വിപരീതമായിട്ട് ഭവിച്ചു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിവും വിദ്യയും ഉണ്ടെങ്കിലും പലപ്പോഴും തപസ്സും ഉണ്ടെങ്കിലും വിനയം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. വിനയം നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഗതികളൊക്കെ പറയുന്നത്. പണ്ട് കാലത്ത് പറയുന്ന ഒരു ചെറിയ കഥയുണ്ട്. ഒരച്ഛനും മോനും ഇങ്ങനെ ഇരിക്കുമ്പോൾ മോന് കസേരയിലിരിക്കുന്നു, അച്ഛൻ കസേരയിലിരിക്കുന്നു, മോൻ മേശയുടെ പുറത്ത് കയറിയിരിക്കുന്നു. ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ ഇരിക്കരുത്, നിൻ്റെ അച്ഛനാണ് ഞാൻ, നിന്നേക്കാൾ പ്രായമുള്ള ആളാണ്, അങ്ങനെയൊക്കെ മറ്റുള്ളവർ കാണുമ്പോൾ എന്താ പറയുക എന്ന് ചോദിച്ചു. അപ്പം അതിനായിട്ട് മകൻ പറഞ്ഞ മറുപടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഈ അച്ഛന് ഒരു ബുദ്ധിയില്ല. അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്? അച്ഛൻ മൂത്തതും ഞാൻ ഇളയതും ആയതുകൊണ്ടല്ലേ? ആണ്, അതെ. അപ്പോൾ പറഞ്ഞു, ഉമ്മറത്തേക്കുന്ന തെങ്ങിലേക്ക് നോക്കി എന്താ കുഴപ്പം? മൂത്തതായിരിക്കുന്ന തേങ്ങ എവിടെ കിടക്കുന്നു, ഇളയതായിരിക്കുന്ന കരിക്ക് എവിടെ കിടക്കുന്നെന്ന് ചോദിച്ചു. മനസ്സിലായല്ലോ എല്ലാവർക്കും? മൂത്തത് തേങ്ങ അടിയിലും കരിക്ക് മുകളിലുമാണ്. അതുകൊണ്ട് മൂത്തവരൊക്കെ എന്ത് ചെയ്യണം? താഴത്ത് ഇരുന്നണം, ഇളയവരൊക്കെ മുകളിൽ ഇരുന്നോണം. നല്ല ഉപമയല്ലേ? വിനയമില്ലാത്തവൻ്റെ ഉപമയെന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. കാര്യം അവനവൻ്റെ അവസരങ്ങളെ ന്യായീകരിക്കാനുള്ള ഉപമകൾ എല്ലാവർക്കും ഉണ്ടെങ്കിൽ കൂടിയും വിനയം നഷ്ടപ്പെട്ട ദുർവാസാവ് മഹർഷി എന്ത് ഭവിച്ചു അദ്ദേഹത്തിനെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. നിങ്ങൾക്ക് വിദ്യയും തപസ്സും ഉണ്ടെങ്കിലും വിനയമില്ലാതായിപ്പോയി. വിനയമില്ലാതായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ആയിത്തീർന്നത് എന്ന് പറയുമ്പോൾ വിനയമില്ലാതെ ജീവിക്കുന്നത് വ്യർത്ഥമാണെന്നുള്ള കാര്യം ഭാഗവതം നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലയോ ഭഗവത് ഭക്തന്മാരെ, ഭാഗവതത്തിൽ ഇത് ശ്രദ്ധേയമായിട്ട് പഠിപ്പിക്കുമ്പം നിങ്ങൾ ആരും തന്നെ വിസ്മരിക്കരുത്. വിനയം എപ്പോഴും ഉള്ളിലുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. വിനയാന്വിതമായ ജീവിതമാണ് എല്ലാവർക്കും വേണ്ടത്. അതുതന്നെയാണ് ഭക്തി, അതുതന്നെയാണ് ഭഗവത് ഭക്തനാകാനുള്ള യോഗ്യതയും. ഭക്തിയിൽ വിനയമില്ലെങ്കിൽ നശിക്കുന്നത് ദുർവാസാവിനെ പോലെയുള്ള രൂപങ്ങളെ സൃഷ്ടിക്കുമെന്നല്ലാണ്ട് അംബരീഷനാകാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് അംബരീഷനെ പോലുള്ള ആളുകളെ സൃഷ്ടിക്കുന്നത് വിനയത്തോടു കൂടിയ ഭക്തിയാണെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. എല്ലാവർക്കും വിനയമുണ്ടാകട്ടെ, ഭക്തിയുണ്ടാകട്ടെ, വിദ്യ ഉണ്ടാകട്ടെ, തപസ്സുണ്ടാകട്ടെ, അതിൽ പരിപൂർണമാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. सर्वसिद्धिरवाप्नोति, राज्यं प्राप्नोति सर्वदा।
सुमनसवन्दित सुन्दरी माधवी चन्द्रसहोदरी हेममये मुनिगणमण्डिता मोक्षप्रदायिनी मञ्जुलभाषिणी वेदनुदे पङ्कजवासिनी देवसुपूजिता सगुणवर्षिणी शान्तियुते जय